നമസ്കാരം. കൂത്താട്ടോളം മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ കുടുംബ സംഗമം ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി കൂത്താട്ടോളം ബ്രിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വിവിധ കലാപരിപാടികളോടെ നടക്കുകയാണ്. ഇതിനു മുന്നോടിയായി മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത് ഈ വർഷത്തെ കുടുംബ സംഗമത്തെക്കുറിച്ച് വിശദീകരിച്ചു. വാർത്തയിലേക്ക്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും കൂത്താട്ടോളം മർച്ചൻ്റ് അസോസിയേഷൻ വളരെ വിപുലമായ രീതിയിൽ ഒരു കുടുംബമേള സംഘടിപ്പിക്കുകയാണ്. വരുന്ന മെയ് 12-ാം തീയതി ബ്രയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുടെ ആദരണീയായ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ കുടുംബമേള ഉദ്ഘാടനം നിർവഹിക്കുന്നു. തുടർന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഫാദർ ജോസഫ് പുത്തമ്പർഗൻ നമ്മുടെ പരിപാടിയിൽ മുഖ്യ പ്രാസംഗികനായി വരുന്നത്. അതിനുശേഷം നമ്മുടെ ഉച്ചഭക്ഷണം, അതിനുശേഷം നമ്മളുടെ അംഗങ്ങളുടെ കുട്ടികളുടെയും കലാപരിപാടികളും, അവസാനം നമ്മളുടെ ഒരു അസോസിയേഷൻ അംഗങ്ങളുടെ ഒരു ഗാനമേളയോടുകൂടി വൈകിട്ട് ഏകദേശം 7 മണിയോടുകൂടി ഭക്ഷണത്തോടുകൂടി ഇത്തവണത്തെ പരിപാടികൾ അവസാനിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മളുടെ കുടുംബാംഗവും ഇത്തവണ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് കേരളത്തിന്റെ പ്രഥമ പുരസ്കാരം ലഭിച്ച ഞങ്ങളുടെ കുടുംബാംഗമായ ശ്രീ അപ്പു കോട്ടയ്ക്കലിനെ നമ്മളുടെ ഈ കുടുംബമേളയിൽ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 അംഗങ്ങളുടെ കുട്ടികൾ, നമ്മുടെ അംഗമായ ശ്രീമതി സുധർമ്മ വിജയൻ, എൻ്റെ കുട്ടി ശ്രീമതി ആർച്ച ഈ കല്ലൂരി, ഫൈവർ BBA LLB കോഴ്സിൽ യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ് കുട്ടിയെയും, അതുപോലെ നമ്മളുടെ മെമ്പറായ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ PG സുനിൽകുമാറിന്റെ മകനും ആയ അഭിജിത്ത് ഡോക്ടറേറ്റ് ലഭിക്കുന്ന ശ്രീ അഭിജിത്തിനെ ഈ പരിപാടിയിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ വെച്ച് അനുമോദിക്കുന്നുണ്ട്, ആദരിക്കുന്നു. കുടുംബമേളയിൽ നമ്മൾ ഏതാണ്ട് 800ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കുടുംബമേള വന്നപ്പോൾ കഴിഞ്ഞ കുടുംബമേളയിൽ ഞങ്ങൾക്കൊരു 800-നും 900-നും ഇടയ്ക്കുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മുടെ മുഖ്യ ആകർഷണമായ നമ്മുടെ പുത്തമ്പരയിൽ അച്ഛൻ്റെ പ്രസംഗം ഉള്ളതുകൊണ്ട് നമ്മളൊരു 1000-ത്തിലധികം പാർട്ടിസിപ്പൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല കോണിൽ നിന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും വരണം, കാണണം, അച്ഛൻ്റെ പ്രസംഗം കേൾക്കണം എന്നുള്ളത്. കൂടാതെ നമ്മുടെ കുട്ടികളും വനിതകളും അതുപോലെ നമ്മുടെ യൂത്തും കുറച്ച് മാസങ്ങളായി തന്നെ വളരെ തയ്യാറെടുപ്പിലാണ്. നല്ല കളർഫുള്ളായ പ്രോഗ്രാംസ് എല്ലാം അവരിപ്പോഴും ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു പ്രോഗ്രാം എന്ന രീതിയിൽ ഇതിനുശേഷം ഞങ്ങൾക്ക് ഈ മാസം 31-ാം തീയതി പൊതുയോഗത്തിന് ശേഷം പുതിയ ഇലക്ഷനുമാണ്. അപ്പോൾ ഈ ഭരണസമിതിയുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് ഇത് മാറ്റാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളേവരെയും ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ വർഷത്തെ കുടുംബ സംഗമത്തിൻ്റെ പ്രധാന ആകർഷണം ഫാദർ ജോസഫ് പുത്തൻപറ അച്ഛൻ്റെ പ്രഭാഷണമാണ്. കുടുംബ സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ. ഏറ്റവും കൂടുതൽ തമാശകളോടുകൂടി സംഭാഷണം നടന്ന അച്ഛനെ ഈ പ്രാവശ്യവും നമ്മുടെ അസോസിയേഷൻ അംഗങ്ങൾ ഹാർദവമായിട്ട് സ്വീകരിക്കും എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം അംഗങ്ങളുടെ സാന്നിധ്യം ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും നമ്മുടെ അസോസിയേഷൻ മെമ്പർമാരുടെയും എല്ലാ പ്രോഗ്രാമുകളുണ്ട് ഈ പ്രാവശ്യം നന്നായിട്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പഴയ പോലെയല്ല, എല്ലാവരും ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബ സംഘങ്ങളിൽ കൂടുതൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കൂടുതൽ താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ വർഷം നടക്കുന്ന കുടുംബ സംഗമത്തിന് കൂത്താട്ടോളം മിഷൻ്റെ ആശംസകളും പിന്തുണകളും. കൂത്താട്ടോളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.